നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിരട്ടവില അതിമോഹവിലയാളിൽ ഇപ്പോൾ ഓടുകയാണ്. ചിരട്ടവില കേട്ടാൽ നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിലയിൽ 27 രൂപയാണ് ഒരു കിലോയുടെ പുറത്ത് കുണ്ട്ര ആക്രിക്കടയിൽ. കാരണം ചിരട്ട കിട്ടാനില്ല. തേങ്ങ വില കൂടിയതോടുകൂടിയും ചിരട്ട ഇപ്പോൾ ലഭ്യത വളരെ കുറഞ്ഞു. ചുരുക്കം ചിലവർ മാത്രമേ തേങ്ങ തിരിങ്ങിയിട്ട് ചിരട്ട സൂക്ഷിച്ച് വെക്കാറുള്ളൂ. കാര്യം ഇത് ചോറൊക്കെ വെക്കാൻ വിറകിൻ്റെ കൂടെ ഇട്ട് കത്തിക്കുന്നത് കാരണം നല്ല ചൂട് നിലനിൽക്കും. ചോറ് പെട്ടെന്ന് അരി പെട്ടെന്ന് വെന്ത് ചോറാവുകയും ചെയ്യും. അതുകൊണ്ട് കൂടുതൽ താപനിലയുള്ളത് കൊണ്ടാണ് ചിരട്ട ഇപ്പോൾ മിക്ക ആൾക്കാരും അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. കൂടുതൽ കത്തിക്കത്തില്ല. കൂടുതൽ കത്തിച്ചാൽ അടുപ്പ് പെട്ടെന്ന് കീറിപ്പോകുന്നത് കൊണ്ട് അതിനനുസരിച്ച് അവർ കൈകാര്യം ചെയ്യത്തുള്ളൂ. മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ചിരട്ടക്കരി നിർമ്മിക്കാനും പള്ളിയിലൊക്കെ ധൂപക്കുറ്റി വീശാനും ചിരട്ടക്കരി അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ്. ആണവീകരണത്തെ പ്രതിരോധിക്കാനും വെള്ളം ശുദ്ധീകരിക്കാനും ചിരട്ടക്കരി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ നാടൻ തേങ്ങ ഇപ്പോൾ വിപണികളിൽ കിട്ടണമെങ്കിൽ കിലോയുടെ പുറത്ത് ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95 രൂപയാണ്. അങ്ങനെ ഇപ്പോൾ ആൾക്കാർ നേരത്തെയൊക്കെ 2 കിലോ മേടിച്ചിരുന്നത് ഇപ്പോൾ 1 കിലോ മാത്രമേ മേടിക്കുന്നുള്ളൂ. അത്യാവശ്യത്തിന് മാത്രമേ തേങ്ങയും മേടിക്കുന്നുള്ളൂ. അങ്ങനെ മേടിക്കുമ്പോൾ അത് തിരികെ കഴിയുമ്പോൾ ചിരട്ടയും കുറവാണ്. അഞ്ചൽ ഏറം കാർഷിക വിപണിയിൽ 21/10/2025 നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും പറയാം. പയർ കിലോ 65, പാവൽ കിലോ 60, പടവലം കിലോ 30, കോവയ്ക്ക കിലോ 50, കുമ്പളം കിലോ 35, മത്തൻ കിലോ 30, ചുരയ്ക്ക കിലോ 20, വെള്ളരി കിലോ 25, കത്തിരി കിലോ 40, വെണ്ടയ്ക്ക കിലോ 50, പപ്പയ കിലോ 30, മുളക് കിലോ 200, കാന്താരി കിലോ 400. അത് നല്ലൊരു മോഹവിലയാണ് കാന്താരി. പാഷൻ ഫ്രൂട്ട് കിലോ 70, കുക്കമ്പർ കിലോ 40 മുതൽ 45, മരച്ചീനി കിലോ 25, വാഴക്കൂമ്പ് 8, ഇഞ്ചി 120. നാളികേരം അവിടെ വന്നത് 80 രൂപയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനേക്കായ വില കൂടും. തടിയൻകായ 15, ചീര ചുവപ്പ് കിലോ 50, ചീര കിലോ 40, ചേന കിലോ 40 മുതൽ 45, ചേമ്പ് കിലോ 70, കാച്ചിൽ കിലോ 70, കോഴിമുട്ട ഒരു പീസ് 8, ഏത്തൻ കിലോ 37 മുതൽ 43, കപ്പക്കുല 50 മുതൽ 60, പൂവൻ കിലോ 30 മുതൽ 50, പാളയൻ 1 കിലോ 15 മുതൽ 25, റോബസ്റ്റ 1 കിലോ 15 മുതൽ 20, ഞാലിപ്പൂവൻ കിലോ 40 മുതൽ 60 എന്നിവയാണ് അവിടെ വന്നത്. എന്തായാലും കർഷകർ കാലാവസ്ഥ പ്രതികൂലമായതിന് ഇത്രയും ഉൽപ്പാദിപ്പിച്ച് അവിടെ കൊണ്ടുവന്നത് കർഷകർക്ക് വേണം ഒരു ബിഗ് സല്യൂട്ട്. കർഷകർക്ക് ഇനി ഒത്തിരി കൂടെ പ്രോത്സാഹനം കൊടുക്കേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ ഈ കർഷകർക്ക് സൗജന്യമായിട്ട് മെഷീനുകളും മറ്റും വിതരണം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നെങ്കിൽ മാത്രമേ കൃഷി സമ്പത്ത് വളരെ രീതിയിൽ ഭംഗിയായി സൂക്ഷിക്കത്തുള്ളൂ. ഇപ്പോൾ എവിടെ ചെന്നാലും ഏത് വയലിൻ്റെ കരയ്ക്ക് ചെന്നാലും നല്ല കാടാണ്. കൂടാതെ ഈ തൊഴിലുറപ്പുകാരെ കൊണ്ടൊക്കെ കൃഷി ഇടങ്ങളിൽ പോച്ചെത്താനൊക്കെ വിടണം. അവർ ഒരു നിശ്ചിത പൈസ കർഷകരുടെ നിന്ന് മേടിക്കണം, അല്ലാതെ പഞ്ചായത്തിൽ നിന്നും കൊടുക്കണം. അങ്ങനെ കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ട സമയം അടുത്തിരിക്കുകയാണ്. ഇടങ്ങളിൽ പന്നിയുടെ ശല്യം രൂക്ഷം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്നത് വളരെയധികം നന്ദി.